ആധുനിക കാലത്ത് ഇസ്ലാമിൻ്റെ അന്തകനായി രംഗത്തുള്ള നമ്മളെ എം അക്ബർ ഇടക്കിടക്ക് തലപൊക്കി ഇസ്ലാമിനിട്ട് നല്ല കൊട്ടുകുട്ടി പോകുന്നുണ്ട്. കുറേ പഴയ വീഡിയോകളുടെ കഷ്ണങ്ങളൊക്കെ എടുത്ത് ആ ആക്രിക്കച്ചവടം ചെറുതായിട്ട് അദ്ദേഹം തുടരുന്നുണ്ടെങ്കിലും കാര്യമായ വീഡിയോകളൊന്നുമായിട്ട് രംഗത്ത് വരാറില്ല, പരിപാടികളും കുറവാണ്. എങ്കിലും ആരെങ്കിലുമൊക്കെ ക്യാമറയുമായി പോയി എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും സമൂഹ മധ്യത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. ഈ അടുത്ത ദിവസം എം അക്ബറിൻ്റേതായ ഒരു ഇൻ്റർവ്യൂ വീഡിയോ ചില യൂട്യൂബ് ചാനലുകളിൽ കാണാനിടയായി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്നും കാണാറില്ല, പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരുപാട് സുഹൃത്തുക്കൾ വാട്സപ്പിലും മറ്റും അതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. മാഷേ, നമ്മളെ എം അക്ബർ ഇതാ മീശയും താടിയും മുടിയും ഒക്കെ ഡൈ ചെയ്ത് കുട്ടപ്പനായി വീണ്ടും ഒരു യൂട്യൂബ് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് മണ്ടത്തരങ്ങൾ പറയുന്നു, ഇതൊന്ന് കേട്ടിട്ട് ഇതിനോടൊന്ന് പ്രതികരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ഞാനതിങ്ങനെ ഇരുന്ന് കുറച്ച് കേട്ടു. അത് കേട്ടപ്പോൾ ഇതിന് മറുപടി പറയുകയല്ല വേണ്ടത്, ഇത് പ്രചരിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് പറഞ്ഞ് നാക്ക് വായിലിടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തന്നെ മറുപടി പറയുന്നുണ്ട്. അതായത് പരസ്പര വിരുദ്ധമായിട്ടാണ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. അതിലെല്ലാ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ട് മറുപടി പറയുന്നുമില്ല. കാരണം നമ്മൾ വീഡിയോ ക്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു സെക്കൻഡൊക്കെ അങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിച്ച് നമ്മുടെ ചാനൽ പൂട്ടിക്കാനുള്ള എല്ലാ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. പകരം ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഒരു ചിത്രം മാത്രം ഞാനിവിടെ കാണിക്കാം, വീഡിയോ ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങളൊക്കെ എക്സ് മുസ്ലിങ്ങളിലൂടെ അടുത്ത കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള കുറേ വിമർശനങ്ങളും ഇടപെടലുകളുമാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ അക്ബറിനോട് ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ആ ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില മണ്ടത്തരങ്ങളാണ് ഞാൻ ഇവിടെ പരിശോധിക്കുന്നത്. ഒന്ന്, എക്സ് മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഒരു ആരോപണം. ആ ആരോപണം തന്നെ ഒരു ഒന്നാന്തരം വടി കൊടുത്ത് അടിവാങ്ങലാണ്. എക്സ് മുസ്ലിങ്ങളെക്കുറിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം എക്സ് മുസ്ലിങ്ങളാണ് സമുദായത്തിലും സമൂഹത്തിലും ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്നാണ്. അത് പറഞ്ഞ് നാക്ക് വായിലിടുന്നതിൻ്റെ മുമ്പ് തന്നെ ഇദ്ദേഹത്തോട് ആരിഫ് ഹുസൈൻ ലണ്ടനിൽ പോയി മണ്ടത്തരം പറഞ്ഞ വിവാദമുണ്ടല്ലോ, ആ വിവാദ വിഷയത്തിൽ ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ പ്രതിസന്ധിയിലായ ആ ഒരു കാര്യം ഇദ്ദേഹം ചോദ്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ബാപ്പാക്ക് അവിഹിതത്തിലുണ്ടായ മകളെ കല്യാണം കഴിക്കാമെന്ന് ഷാഫി മദ്ഹബിൽ പറയുന്നതായിട്ട് ഒരു ആരോപണം വന്നല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഇസ്ലാമിലെ ഭിന്നിപ്പുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മദ്ഹബുകളെ സംബന്ധിച്ചും മദ്ഹബുകൾക്കിടയിലുള്ള ഭിന്നിപ്പും ഈ വിഷയത്തിൽ തന്നെ മറ്റു 3 മദ്ഹബുകൾക്ക് ഇല്ലാത്തൊരഭിപ്രായമാണ് ഷാഫി മദ്ഹബിനുള്ളത് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മദ്ഹബുകൾക്കിടയിലെ ഭിന്നിപ്പുകളെക്കുറിച്ചും മദ്ഹബുകളുണ്ടായ പശ്ചാത്തലത്തെക്കുറിച്ചും ഇസ്ലാമിൽ എങ്ങനെയാണ് ഭിന്നിപ്പുകൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇദ്ദേഹം ആദ്യം എന്താ പറഞ്ഞത്, സമുദായത്തിലും സമൂഹത്തിലും ഭിന്നിപ്പുണ്ടാക്കുന്നത് എക്സ് മുസ്ലിങ്ങളാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് എക്സ് മുസ്ലിങ്ങൾ? ഒന്നാമത്തെ എക്സ് മുസ്ലിം അള്ളാഹുവാണ്. രണ്ടാമത്തെ എക്സ് മുസ്ലിം അള്ളാൻ്റെ റസൂൽ മുഹമ്മദാണ്. കാരണം ഇവരാണ് ഈ ഭിന്നിപ്പുകൾ മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് ഈ മദ്ഹബിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അക്ബർ തന്നെ വിശദീകരിക്കുന്നതാണ് നമ്മളിതിൽ കാണുന്നത്. അതേ അക്ബർ തന്നെയാണ് ഒരു സെക്കൻഡ് മുമ്പ് ഭിന്നിപ്പുണ്ടാക്കുന്നത് എക്സ് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവും അതുമായി വന്ന് വിശദീകരിച്ച മുഹമ്മദുമാണ് എക്സ് മുസ്ലിങ്ങളുടെ തലവന്മാർ. കാരണം അവരാണ് ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ മദ്ഹബുകളുണ്ടായി ഭിന്നിച്ചത്? ഇതിൻ്റെയൊക്കെ കാരണം ഖുർആൻ ക്ലാസ്സിൽ പലപ്പോഴും ഞാൻ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അക്ബറും അത് സമ്മതിക്കുന്നുണ്ട്. കാരണം ഒരു ഖുർആൻ വാക്യം അവതരിച്ചു, ആ ഖുർആൻ വാക്യത്തിൻ്റെ ആശയത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ട് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനിച്ചപ്പോൾ വ്യത്യാസങ്ങൾ വന്നു. മാത്രമല്ല ഖുർആനിൽ പല കാര്യങ്ങൾക്കും വ്യക്തതയില്ല എന്ന് മാത്രമല്ല പല കാര്യങ്ങളും അപൂർണമാണ് എന്നതുകൊണ്ട് ഓരോ വിഷയത്തിലും നിയമങ്ങളുണ്ടാക്കാൻ, കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ടാക്കാൻ ഈ പണ്ഡിതന്മാർക്ക് കുത്തിയിരുന്നിട്ട് ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കേണ്ടി വന്നു. അത് രണ്ടും വ്യാഖ്യാനിച്ചിട്ടും കിട്ടാത്ത കാര്യങ്ങൾ ഇജ്മാവും ഖിയാസും എന്ന് പറഞ്ഞിട്ട് സ്വന്തം യുക്തിക്കനുസരിച്ച് പുതിയ നിയമങ്ങൾ ഓരോ മദ്ഹബ് പണ്ഡിതന്മാരും ഉണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ ഓരോ വിഷയത്തിലും വ്യത്യസ്തമായ നിയമങ്ങളുമായി വ്യത്യസ്തമായ മദ്ഹബുകൾ വന്നു. മദ്ഹബുകൾ മാത്രമല്ല
ഓരോ വിഷയത്തിൽ ഖുർആനിലെ ഓരോ വരികൾക്കും നിരവധി വ്യാഖ്യാന ഭിന്നതകൾ വന്നതുകൊണ്ട് ഹദീസുകളിൽ പരസ്പര വിരുദ്ധമായി നിരവധി ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടതുകൊണ്ട് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലും ഈ ഖുർആൻ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഒരു കാര്യത്തിലും വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് വായിൽ തോന്നിയതുപോലെ വ്യാഖ്യാനിച്ച് ഓരോന്നുണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇസ്ലാം 900 കഷണങ്ങളായി ഭിന്നിച്ചു പോവുകയും അതിൻ്റെ പേരിൽ തമ്മിൽ തല്ലും തമ്മിൽ പൊട്ടിത്തെറിക്കലും വരെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആരാണ് ഭിന്നിപ്പുണ്ടാക്കിയത്? എക്സ് മുസ്ലിങ്ങളാണ് ഭിന്നിപ്പുണ്ടാക്കിയത് എന്നാണ് അക്ബർ പറഞ്ഞത്. അപ്പോൾ ആരാണ് എക്സ് മുസ്ലിങ്ങൾ? ഇസ്ലാമിൻ്റെ ഇമാമുമാർ, ഇസ്ലാമിൻ്റെ വ്യാഖ്യാതാക്കൾ, ഇസ്ലാമിൻ്റെ മുഫസ്സിറുകൾ, സാക്ഷാൽ അള്ളാഹു ഖുർആനിറക്കിയ അള്ളാഹു, ഈ ഖുർആനും കൊണ്ടുവന്ന് ഹദീസും കൊണ്ടുവന്ന മുഹമ്മദ്, ഈ മുഹമ്മദിൻ്റെ ഹദീസും ഈ അള്ളാഹിൻ്റെ ഖുർആനും വ്യാഖ്യാനിച്ച മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഇമാമുമാർ, ഫുഖഹാക്കൾ, ഇവരൊക്കെയാണ് ഭിന്നിപ്പുണ്ടാക്കിയ എക്സ് മുസ്ലിങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. വടി കൊടുത്ത് അടി വാങ്ങാനായിട്ട്, ഇസ്ലാമിൻ്റെ പള്ള കുത്തി കീറാനായിട്ട് പിന്നെയും മുടിയൊക്കെ ഡൈ അടിച്ച് കീറി വരികയാണ് നമ്മളെ അക്ബർ സാഹിബ്. ഇനി മദ്ഹബ് ഇമാമുകൾ ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങളും വഷളത്തരങ്ങളും ഒക്കെ അഭിപ്രായങ്ങളായിട്ട് അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് അക്ബർ പറഞ്ഞത് അവരൊക്കെ ഹൈപ്പോത്തറ്റിക്കലായ കാര്യങ്ങൾ വരെ പറഞ്ഞുകൊണ്ട് കാട് കയറി വ്യാഖ്യാനിച്ചിട്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ്. എന്നിട്ട് അതിന് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി, വാപ്പ മകളെ കെട്ടാമോ എന്ന വിഷയത്തെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഇതേ മദ്ഹബ് കിതാബിൽ നിന്ന്, ഫിഖ് കിതാബിൽ നിന്ന് വേറെ ഉദാഹരണം എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം എടുക്കുന്ന ഉദാഹരണം ഒരു പശുവും ഒരു മനുഷ്യനും തമ്മിൽ ഇണ ചേർന്നിട്ട് പശു മനുഷ്യക്കുട്ടിയെ പ്രസവിച്ചാൽ ആ മനുഷ്യക്കുട്ടീനെ പള്ളിയിൽ ഇമാമാക്കാമോ എന്ന കാര്യത്തിൽ വരെ ഈ മദ്ഹബ് കിതാബുകളിൽ, ഫിഖ് കിതാബുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല, ഹൈപ്പോത്തറ്റിക്കലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് മദ്ഹബ് പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇതെന്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്? പശുവിന് മനുഷ്യൻ്റെ കുട്ടി ഉണ്ടായി എന്നും പറഞ്ഞ് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ പശുവിൻ്റെ കുട്ടിയുടെ കാര്യമല്ല, പട്ടിക്ക് ഉണ്ടായ കുട്ടിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നായ ഒരു മനുഷ്യ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ നായയുടെ കുട്ടിയെ ഈ മനുഷ്യ സ്ത്രീ പ്രസവിച്ചാൽ ആ കുട്ടീനെ തൊട്ടാൽ ഒരു മുറിവോ, ആ കുട്ടിയെ തൊട്ടാൽ 7 പ്രാവശ്യം മണ്ണ് നൽകി കഴുകണമോ, ആ കുട്ടിക്ക് പള്ളിയിൽ ഇമാമാകാൻ പറ്റുമോ എന്ന കാര്യമൊക്കെ ഈ മദ്ഹബ് കിതാബിൽ, ഈ ഫത്വൽ മുഈനിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെയാണ് പട്ടി പറയാൻ കുറച്ച് നാണം ഉള്ളതുകൊണ്ട് പശുവിൻ്റെ കാര്യം എടുത്തിട്ട് എം അക്ബർ വരുന്നത്. ഈ പട്ടിയുടെയും പശുവിൻ്റെയും കുട്ടി ഉണ്ടാകുന്ന കാര്യമൊക്കെ ഹൈപ്പോത്തറ്റിക്കലാണ് എന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷെ അത് ഹൈപ്പോത്തറ്റിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ എങ്ങനെ ഹൈപ്പോത്തറ്റിക്കലാക്കാൻ പറ്റുക? ഇത് അസംഭവ്യമായ ഒരു കാര്യമല്ല, ഇത് സർവ്വസാധാരണമായി നിലവിലുള്ള കാര്യമാണ്. എങ്ങനെ? ഇസ്ലാമികമായി നിക്കാഹ് നടത്തി മഹർ എന്ന് പറയുന്ന പൈസ കൊടുത്ത് പെണ്ണിനെ വിലക്ക് വാങ്ങുന്ന ഇസ്ലാമിക വിവാഹം നടത്തിയിട്ടല്ലാതെ ഉണ്ടാവുന്ന കുട്ടികൾ മുഴുവൻ വ്യഭിചാര കുട്ടികളാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. അതാണല്ലോ മുഹമ്മദ് റിയാസും വീണയും കല്യാണം കഴിച്ച സമയത്ത് ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ഒരു മതപണ്ഡിതനായ മുസ്ലിം ലീഗ് നേതാവ് കോഴിക്കോട് കടപ്പുറത്ത് വയലു പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടല്ലേ, അവർ ഇനി വ്യഭിചരിക്കാനാണ് പോണത് എന്നാണ് പറഞ്ഞത്. കാരണം ഇസ്ലാമികമായി കല്യാണം കഴിച്ചില്ലെങ്കിൽ അത് വ്യഭിചാരമാണ്. ആ വ്യഭിചാരത്തിലുണ്ടായ കുട്ടി എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കലല്ല. ഇവിടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ, അങ്ങനത്തെ കുട്ടികൾ മക്കളുണ്ട് ബാപ്പാമാർക്ക്. ഇസ്ലാം മതം മാറി വന്ന ആളുകൾക്ക്, അവർ മതം മാറുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടായ കുട്ടികളുണ്ട്, അനിസ്ലാമികമായി കല്യാണം കഴിച്ചിട്ടുണ്ടായ കുട്ടികളുണ്ടാവാം. അതുപോലെ ലിവിങ് ടുഗദറിലൂടെ കുട്ടികളുണ്ടായവർക്ക് വേണമെങ്കിൽ ഇസ്ലാമിലേക്ക് വരാം. ഇങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇതുപോലെ വ്യഭിചാരത്തിൽ മക്കളുണ്ടാവാം. അങ്ങനെയുള്ള മക്കൾ ഹൈപ്പോത്തറ്റിക്കലല്ല, അത് യാഥാർത്ഥ്യമാണ്, സംഭവ്യമായ കാര്യമാണ്. അതിനെ ഈ പട്ടിയുടെയും പൂച്ചയുടെയും കുട്ടിക്കാര്യം പറഞ്ഞുകൊണ്ട് ഹൈപ്പോത്തറ്റിക്കലാക്കാൻ നോക്കുകയാണ് നമ്മൾ അക്ബർ. ഇതാണ് ഞാൻ പറഞ്ഞത്, വടി കൊടുത്ത് അടി വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ. ഇസ്ലാമിൻ്റെ കഥ കഴിക്കാനായിട്ട് രംഗത്ത് വന്ന ആളാണ് അക്ബർ എന്ന് ഞാൻ പറയുന്നത് ഈ മാതിരി മണ്ടത്തരങ്ങൾ ഇദ്ദേഹം വിളിച്ചു പറയുന്നത് കൊണ്ടാണ്. ഹൈപ്പോത്തറ്റിക്കലാണോ പോലോ ഒരു വ്യഭിചാരത്തിലുണ്ടായ മകൾ എന്ന് പറയുന്നത്? അല്ല ചങ്ങാതി, ഹൈപ്പോത്തറ്റിക്കലല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇസ്ലാമികമായി കല്യാണം കഴിച്ചിട്ടുണ്ടായ കുട്ടികളല്ലാത്തവരൊക്കെ വ്യഭിചാരത്തിലുണ്ടായ കുട്ടികളാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ എത്രയോ മക്കൾ ഇവിടെ അങ്ങനത്തെ മക്കളായിട്ട് ജനിച്ചു വളർന്നിട്ടുണ്ട്.
ആ മക്കളെയൊക്കെ ഈ ബാപ്പന്മാർക്ക് കല്യാണം കഴിക്കാമോ എന്ന വിഷയമാണ് ഈ ഫിഖ് കിതാബിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് വേറെ അർത്ഥത്തിൽ ഹൈപ്പോത്തറ്റിക്കലാന്ന് പറയാം. കാരണം അങ്ങനെ കല്യാണം കഴിക്കാൻ ആരും പോവില്ല. ഈ മദ്രസയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഉസ്താദുമാർ പോലും സ്വന്തം മകളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മകളെ പീഡിപ്പിക്കാൻ പോവില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്, അതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെസ്റ്റർമാർക്ക് ഇഫക്റ്റൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആരും ഇങ്ങനെ കെട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അറിയാതെയാണെങ്കിൽ കെട്ടാം എന്നും അങ്ങനെ കെട്ടിയാൽ അതിൽ കുഴപ്പമില്ല എന്നുമാണ് ഈ ഫിഖ് കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മളെടുത്ത് ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ എക്സ് മുസ്ലിങ്ങൾ ഇതുപോലെയുള്ള വഷളത്തരങ്ങൾ ഈ കിതാബുകളിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത്? അതിൻ്റെ കാരണം, നിങ്ങൾ ഈ മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ യുക്തിവാദികൾക്കെതിരായിട്ട്, നിരീശ്വരവാദികൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങളായി വന്നിട്ടുള്ള സ്വതന്ത്ര ചിന്തകർക്കെതിരായിട്ട് എവിടെ ചെന്നാലും ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ വഷളത്തരം. അതുകൊണ്ടാണ് ഈ കിതാബിൽ നിന്ന് ഇതേ സാധനം എടുത്ത് തിരിച്ചടിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ബാപ്പ മകളെ കെട്ടിയോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ കെട്ടിയ മക്കൾ, അങ്ങനെ കെട്ടിയ ബാപ്പാരെ കണ്ടുപിടിച്ചിട്ടല്ല യുക്തിവാദികൾ ഇത് പറയുന്നത്. യുക്തിവാദികളെക്കുറിച്ച് സ്വന്തം മകളെ തിരിച്ചറിയാൻ കഴിയാത്തവർ, സ്വന്തം ഉമ്മാനെയും പെങ്ങളെയും ഭോഗിക്കുന്നവർ എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നത്, വഷളത്തരം വിളിച്ചു പറയുന്നത് യുക്തിവാദികൾ ആരെങ്കിലും അങ്ങനെ ചെയ്യും എന്നതുകൊണ്ടോ ചെയ്യുന്നു എന്നതുകൊണ്ടോ അല്ല. അത് നിങ്ങൾക്കറിയാം, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഈ വഷളത്തരവുമായിട്ട് നിങ്ങൾ വരുന്നത്? അതിന് കാരണം യുക്തിവാദികളെക്കുറിച്ച് സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ വിശ്വാസികളുടെ സമൂഹത്തിൽ അറപ്പുളവാക്കുക, വെറുപ്പുണ്ടാക്കുക, ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക, അറപ്പുൽപ്പാദിക്കുക എന്ന ആ കുൽസിതമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ വഷളത്തരം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. ഞാൻ ഈ രംഗത്ത്, ഈ മതത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് 50 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മുതൽ ഞാൻ എപ്പോഴൊക്കെ ആരോടൊക്കെ ഇസ്ലാമിനെ കുറിച്ചോ ഈ മതത്തെക്കുറിച്ചോ വിമർശനപരമായി തർക്കിക്കാൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടോ അവരൊക്കെ എടുത്ത് ആദ്യം ഉന്നയിച്ചിട്ടുള്ളത് ഈ അമ്മവങ്ങൾ പോകാം. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ തല അടിച്ചു പൊട്ടിച്ചത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിൽ ഞാൻ ഇവർക്ക് മറുപടി പറഞ്ഞപ്പോഴാണ്. ആ മറുപടിയിൽ ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. ഈ അച്ഛൻ മകളെ കെട്ടാം എന്ന ശരീഅത്ത് നിയമം ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം, യഥാർത്ഥ ഖുർആനിലുള്ള കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇത് പറഞ്ഞ സാഹചര്യം, സംഭവം ഞാൻ ചുരുക്കി പറയാം. ഇത് 2000-ലാണ്, ഒരു 26 വർഷങ്ങൾക്ക് മുമ്പാണ്. തൊടുപുഴയിൽ അവിടെ ഒരു പള്ളിയിലച്ഛൻ നടത്തുന്ന ഉപാസന എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ ഒരു സംവാദത്തിന് എന്നെ ക്ഷണിച്ചു. സംവാദം ഞാനും അന്നത്തെ തൊടുപുഴയിലെ പള്ളിയിലെ ഇമാമായിരുന്ന വലിയ പണ്ഡിതനായി അറിയപ്പെട്ടിരുന്ന സുലൈമാൻ മൗലവിയും തമ്മിലായിരുന്നു. ഈ സുലൈമാൻ മൗലവിയും ഞാനും തമ്മിൽ ഇസ്ലാം ആധുനിക സമൂഹത്തിൽ യോജിച്ചതാണോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്, ഒരു സംവാദമാണ് അവിടെ സംഘടിപ്പിച്ചത്. ഞാൻ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വളരെ സൗമ്യമായിട്ടും മാന്യമായിട്ടും ഇസ്ലാമിലെ പല സങ്കല്പങ്ങൾ, സ്ത്രീ വിരുദ്ധത, അതുപോലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടാത്തതാണ് എന്നും ഇതൊക്കെ ആ കാലഘട്ടത്തിലെ ഗോത്ര മനുഷ്യർ അവരുടെ ധാർമ്മിക ചിന്തക്കനുസരിച്ച് രൂപപ്പെടുത്തിയതാണെന്നും അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കാലത്തേക്കും സർവ്വകാലത്തേക്കും പ്രസക്തമായ ഒരു സാധനമല്ല ഇസ്ലാം എന്നും വളരെ സൗമ്യമായ ഭാഷയിൽ വളരെ വ്യക്തമായ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ അരമണിക്കൂർ വിഷയാവതരണം നടത്തി. എന്നിട്ട് ഇസ്ലാം ആധുനിക കാലത്തിന് യോജിക്കാത്ത ഒരു മതമാണ് എന്ന്, ഒരാശയമാണ് എന്ന് ഞാൻ അവിടെ സമർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഈ സുലൈമാൻ മൗലവി എന്ന് പറയുന്ന അദ്ദേഹം, മതപണ്ഡിതനാണെന്ന് പറയുന്ന അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് നേരെ അമ്മപെങ്ങൾ ഭോഗത്തിലേക്ക് അങ്ങോട്ട് പോയി. യുക്തിവാദം എന്ന് പറഞ്ഞാൽ, നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ, മതനിഷേധം എന്ന് പറഞ്ഞാൽ തോന്നിയമാതിരി ജീവിക്കലാണ്, അവർക്ക് അമ്മയും പെങ്ങളും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വൃത്തികേടുകൾ മുഴുവൻ വിളമ്പിക്കൊണ്ട് അദ്ദേഹം എനിക്ക് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാഷയും ശൈലിയും ഒക്കെ വ്യക്തിപരമായി എന്നെ അങ്ങേയറ്റം താറടിക്കുന്ന, അധിക്ഷേപിക്കുന്ന, പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഷയായിരുന്നു. അതിന് ഞാൻ മറുപടി പറയാൻ പിന്നെ എനിക്ക് 10 മിനിറ്റ് സമയമാണുള്ളത്. പിന്നെ രണ്ടുപേർക്കും 10 മിനിറ്റ് സമയമാണുള്ളത്. ആ 10 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ വൃത്തികെട്ട അവതരണത്തിന് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു വിഷയം
ഇദ്ദേഹം എനിക്കെതിരെ അല്ലെങ്കിൽ യുക്തിവാദികൾക്കെതിരെ എടുത്തിട്ട ഇതേ ലൈംഗിക സദാചാരത്തിൻ്റെ വിഷയം തന്നെ ഇസ്ലാം വെച്ചുകൊണ്ട്, ഖുർആൻ വെച്ചുകൊണ്ട് ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ 10 മിനിറ്റ് കൊണ്ട് ഇദ്ദേഹത്തിന് മറുപടി നൽകി. അവിടെ ഞാൻ ആദൻ നബിയുടെ മക്കൾക്ക് എങ്ങനെ മക്കളുണ്ടായി എന്ന യുക്തിപരമായ ചോദ്യമാണ് ആദ്യം ഉന്നയിച്ചത്. ആദൻ നബിയുടെ മക്കൾക്ക് എങ്ങനെ മക്കളുണ്ടായി? അവിടെ ആങ്ങളെയും പെങ്ങളും തമ്മിലോ അതോ അമ്മയും മക്കളും തമ്മിലാണോ കല്യാണം നടന്നത് എന്ന ചോദ്യം ചോദിച്ചു. ഇവിടെ എന്തേ ഈ ദൈവത്തിന് സദാചാരബോധം ഇല്ലാതെ പോയത്? അവിടെ എന്തേ ഈ ദൈവം അവിടെ ഇൻസസ്റ്റിലൂടെ ഒരു മനുഷ്യരാശിയെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്? ആ ദൈവത്തിന് 60 മുഴ നീളത്തിൽ ഈ കളിമണ്ണ് കുഴച്ച് മനുഷ്യനുണ്ടാക്കിയപ്പോൾ ഒരു 30 മുഴ നീളമാക്കി ചുരുക്കിയിട്ട് 2 ജോഡി ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നില്ലേ? എന്തേ നിങ്ങളുടെ ദൈവത്തിന് ആ ഒരു സദാചാരം ഉണ്ടാവാതെ പോയത് എന്ന ചോദ്യം ഞാൻ ആദ്യം ഉന്നയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മറ്റു നബിമാരെ ചരിത്രമൊക്കെ എടുത്ത് ഇബ്രാഹിം നബി, പിന്നെ ഏറ്റവും പ്രബലമായ ആദ്യത്തെ പ്രവാചകനാണുള്ള ഇബ്രാഹിം നബിക്ക് കുട്ടികളുണ്ടായത് ഭാര്യയിലാണോ അതോ വേലക്കാരി പെണ്ണിലാണോ എന്ന് ഞാൻ ചോദിച്ചു. വേലക്കാരി പെണ്ണിൽ അഥവാ വെപ്പാട്ടിയായ അടിമപ്പെണ്ണിൽ കുട്ടികളുണ്ടായി എന്ന കഥയല്ലേ നിങ്ങളുടെ മതം പഠിപ്പിക്കുന്നത്? വേലക്കാരിയിലും അടിമപ്പെണ്ണിലും കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൻ്റെ സദാചാരമാണ് എന്ന ചോദ്യം ഞാൻ ഉന്നയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ദാവീദിൻ്റെ കഥ പറഞ്ഞു. 99 ഭാര്യമാരുണ്ടായിരുന്ന ദാവീദ് തൻ്റെ സൈനിക തലവനെ കൊന്നിട്ട് അയാളുടെ ഭാര്യ കുളിക്കുന്നത് കണ്ട് മോഹിച്ചിട്ട് അയാളുടെ ഭാര്യയെ തട്ടിയെടുത്ത് 100 ഭാര്യമാരെ എണ്ണം തികച്ച ദാവീദിൻ്റെ കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ദാവീദിൻ്റെ പുത്രനായ സോളമൻ, അദ്ദേഹത്തിന് 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ കഥയിലും മറ്റൊരു കഥയിലും പറയുന്നത്. ഇതൊക്കെയാണോ പ്രവാചകന്മാരുടെ ധാർമ്മികത എന്ന ചോദ്യം ഞാൻ ഉന്നയിച്ചു. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ലോത്തിൻ്റെ കഥ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം അന്ത്യപ്രവാചകൻ, ലോകാവസാനം വരേക്കുള്ള അന്ത്യപ്രവാചകൻ, ലോകത്തിന് മാതൃക എന്ന് പറഞ്ഞ അന്ത്യപ്രവാചകൻ അടിമപ്പെണ്ണിനെ സമ്മാനമായി സ്വീകരിച്ചതും വെപ്പാട്ടികളെ വെച്ച് ഭോഗിച്ചതും യുദ്ധങ്ങളിൽ പിടിച്ചെടുക്കപ്പെടുന്ന സ്ത്രീകളെ അടിമകളായി പിടിച്ചുകൊണ്ടുവന്നിട്ട് വെപ്പാട്ടികളായും ഭാര്യമാരായും അനേകം ഭാര്യമാരും വെപ്പാട്ടികളുമായി സുഖിച്ചതും നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ തനിക്ക് ശരീരം ദാനം ചെയ്യാൻ വന്നോളൂ, അള്ളാഹു ഇത് ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്ന ഖുർആൻ വാക്യം അവിടെ ഓതി കേൾപ്പിച്ചുകൊണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ മതത്തിലെ പ്രവാചക പരമ്പര പഠിപ്പിച്ച ധാർമ്മികത എങ്കിൽ നിങ്ങൾക്ക് ഈ കിതാബും വെച്ചിട്ട് യുക്തിവാദികളെ അമ്മ പെങ്ങൾ ഭോഗം പറഞ്ഞ് പരിഹസിക്കാൻ എന്ത് അർഹതയാണുള്ളത് എന്ന ചോദ്യം ഞാൻ അവിടെ ചോദിച്ചു. 10 മിനിറ്റ് സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ മറുപടി അവസാനിച്ചു. ഈ മുസ്ലിയാരുടെ കൂടെ ഒരുപാട് തലക്കെട്ട് കെട്ടിയ ചെറുപ്പക്കാർ വന്നിരുന്നു, മുസ്ലിയാരുടെ ശിഷ്യന്മാർ, ഈ പരിപാടി കേൾക്കാൻ വേണ്ടി. അവർ മുസ്ലിയാർ നമ്മളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുകയും കൈകൊട്ടുകയുമാണ് ചെയ്തത്. പക്ഷേ എൻ്റെ ഈ 10 മിനിറ്റ് മറുപടി കേൾക്കുമ്പോൾ അവരുടെ എല്ലാം മുഖം അങ്ങേയറ്റം കറുത്ത് മ്ലാനമാകുന്നത് ഞാൻ അവിടെ നിരീക്ഷിക്കുകയായിരുന്നു. അവസാനം എൻ്റെ സംസാരം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടെ പഴയ ഇരുമ്പിൻ്റെ മടക്കുന്ന കസേര ഉണ്ട്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ആ കസേര ഉണ്ടായിരുന്നു ആ ഹാളിൽ. ആ കസേര മടക്കിക്കൊണ്ട് ഈ ചെറുക്കന്മാരെല്ലാം കൂടെ ഓടി വന്നിട്ട് എൻ്റെ തലക്കടിച്ച് ഞാൻ അവിടെ തന്നെ വീണ്. ആദ്യത്തെ അടി തലക്ക് കൊണ്ട് ഞാൻ അവിടെ വീണ് എൻ്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ രക്തം വരാൻ തുടങ്ങി. അവർ പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ യുക്തിവാദിയായ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ ഓടി വന്ന് എൻ്റെ ദേഹത്ത് കമഴ്ന്ന് കിടന്നിട്ട് എന്നെ അടിക്കുന്ന അടിയെല്ലാം അവർ നേരിട്ട് ഏറ്റുവാങ്ങി. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ മേലാണ് അടിയെല്ലാം വീഴുന്നത്. എനിക്ക് അടി കൊള്ളുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ അവരടി നിർത്തി. എന്നിട്ട് അവർ ഓടിപ്പോയി. എന്നിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച പള്ളിയിലച്ചൻ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും പോലീസിനെ അറിയിച്ച് കേസെടുക്കുന്നതും തടയാനുള്ള ഏർപ്പാടുകളാണ് ചെയ്തത്. അവിടെ ജോസഫ് മാഷിൻ്റെ അതേ അനുഭവമാണ് എനിക്ക് ഈ പള്ളിയിലച്ചനിൽ നിന്നുണ്ടായത്. അപ്പോഴാണ് ഞാൻ ഈ ക്രിസ്ത്യൻ പാതിരിമാരുടെ കാപഢ്യം എത്ര ഭീകരമാണ് എന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത്. ബൈബിളിൽ പറയുന്ന വെള്ളപൂശിയ ശവക്കല്ലറകളാണ് ഈ പുരോഹിതവർഗം എന്ന് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞത് അന്നാണ്. എന്നിട്ട് അന്ന് എൻ്റെ സുഹൃത്ത് നാസർ മഴവില്ലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന തസ്രീബാനും ഒക്കെ എന്നെ അവരുടെ വണ്ടിയിലിട്ടിട്ട് കോലഞ്ചേരിയിൽ കൊണ്ടുവന്ന് അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് 2 ആഴ്ച ആ മെഡിക്കൽ കോളേജിൽ കിടന്നാണ് ഞാൻ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ഇവിടെ അമ്മ പെങ്ങൾ ഭോഗം 26 വർഷം മുമ്പ് ഈ അമ്മ പെങ്ങൾ ഭോഗം പറഞ്ഞു വന്ന ഒരു മതപണ്ഡിതന് ഞാൻ ഈ രീതിയിൽ മറുപടി പറഞ്ഞതിനാണ് എനിക്ക് അടികൊണ്ട് മറുപടി കിട്ടിയത്.
ഇത് 26 വർഷം മുമ്പല്ല, 50 വർഷം മുമ്പ് ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന കാലം തൊട്ട് ഈ അമ്മ പെങ്ങൾ ഭോഗമല്ലാതെ ഇവർക്ക് വേറൊന്നും മറുപടിയായിട്ട് പറയാനില്ല. നമ്മൾ ഖുർആനെ വിമർശിച്ചാൽ, നമ്മൾ ഹദീസിനെ വിമർശിച്ചാൽ അപ്പോൾ ഇവർ ഈ അമ്മ പെങ്ങൾ ഭോഗം എടുത്തുകൊണ്ട് വരും. ഇതുകൊണ്ടാണ് ഈ വിഷയം ഫിഖ് കിതാബിൽ കണ്ടപ്പോൾ യുക്തിവാദികൾ, എക്സ് മുസ്ലിങ്ങൾ അതെടുത്തിട്ട് വിമർശനത്തിലെടുക്കുന്നത്. അതല്ലാതെ മുസ്ലിങ്ങളാരെങ്കിലും സ്വന്തം മകളെ കല്യാണം കഴിക്കുന്നതായിട്ട് വിവരം കിട്ടിയിട്ടല്ല. അങ്ങനെ ലോകത്താരും കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കിതാബിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള ഇതുപോലുള്ള വഷളത്തരങ്ങളാണ് നമ്മളെയൊക്കെ ഈ മതം വിടാൻ പ്രേരിപ്പിച്ചത്. ആ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മളുടെ നേരെ അറപ്പുൽപ്പാദിപ്പിക്കുക, വെറുപ്പുൽപ്പാദിപ്പിക്കുക, തെറി പറയുക, അല്ലെങ്കിൽ ആക്രമിക്കുക എന്നതല്ലാതെ ആശയപരമായി ഇതിനെ പ്രതിരോധിക്കാൻ ഇവരുടെ കയ്യിൽ ഒരായുധവുമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് അക്ബറിനെ പോലെയുള്ള ആളുകൾ കുത്തിയിരുന്നിട്ട് ഇതുപോലെയുള്ള പരസ്പര വിരുദ്ധമായ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വയം പരിഹാസ്യരാവുന്നത്. ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചോദിക്കുക മറ്റൊരു ചോദ്യം, ഈ മുഹമ്മദ് ആയിഷയെ കല്യാണം കഴിച്ച 6 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ച വിഷയമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും വലിയ വിമർശനമായിട്ട് വരുന്നത് എന്നാണ്. അത് പറയുമ്പോൾ ചോദിക്കുന്ന ആളും ഇയാളും കൂടെ ഗാന്ധിജിയുടെ കാര്യവും പണ്ടത്തെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഗാന്ധിജി 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ള കസ്തൂർബായെ കല്യാണം കഴിച്ചതല്ല. ഗാന്ധിജിയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് കൗമാരപ്രായത്തിലോ ശൈശവപ്രായത്തിലോ രക്ഷിതാക്കൾ ഈ കുട്ടികളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നതാണ്. അന്നത്തെ ശൈശവ വിവാഹം എന്ന് പറയുന്നത് അതാണ്. രണ്ടുപേരും കുട്ടികളായിരിക്കും. അതല്ലാതെ 53 വയസ്സായ ഒരു കിളവൻ വന്നിട്ട് 6 വയസ്സായ കുട്ടിയെ കെട്ടുന്ന ഏർപ്പാട് ഗാന്ധിജിയൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഗാന്ധിജിയെ കൊണ്ടുവന്നിട്ടൊന്നും ഇവിടെ ആയിഷ കല്യാണത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എം അക്ബർ അതിന് പറയുന്ന ന്യായങ്ങൾ ഒന്നാന്തരം സെൽഫ് ഗോളാണ്, അടിക്കാനുള്ള വടിയാണ്, ഇസ്ലാമിൻ്റെ കഥ കഴിക്കുന്ന മറുപടിയാണ് അതിന് എം അക്ബർ പറയുന്നത്. 19-ാം നൂറ്റാണ്ട് വരെ മറ്റു പല കാര്യങ്ങളിലും നബിയുടെ ബഹുഭാര്യത്വം ഉൾപ്പെടെ പല കാര്യങ്ങളിലും വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആയിഷ എന്ന കുട്ടിയെ കല്യാണം കഴിച്ചു എന്ന ഒരു വിമർശനം 10-ാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പോലും ഉന്നയിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ആ കാലഘട്ടത്തിൽ അതൊക്കെ സർവ്വസാധാരണമായിരുന്നു. അതുകൊണ്ട് ആ കാലത്തെ പരിഗണിക്കാതെ, ആ ചരിത്ര സന്ദർഭത്തെ പരിഗണിക്കാതെ ഇതൊക്കെ എടുത്തുകൊണ്ടൊന്നിന് ഇന്ന് വിമർശിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ആയിഷ കല്യാണത്തിന് ന്യായമായിട്ട് എം അക്ബർ വിശദീകരിക്കുന്നത്. ഇസ്ലാമിൻ്റെ കഥ കഴിഞ്ഞില്ലേ? അപ്പം ചങ്ങാതിമാരെ, അതല്ലേ നമ്മൾ 50 കൊല്ലമായിട്ട് ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ലേ ആ കാലഘട്ടത്തിൽ മുഹമ്മദ് ജീവിച്ചിരുന്ന ഒരു ഗോത്ര കാലഘട്ടത്തിൽ എന്താണോ ശരി, എന്താണോ ധാർമ്മികത, അന്നത്തെ സമ്പ്രദായങ്ങൾ എന്താണ്, അന്നത്തെ ചട്ടങ്ങൾ എന്താണ്, അത് പകർത്തി വെച്ചതാണ് ഇസ്ലാം. അത് തന്നെയല്ലേ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഉന്നയിച്ചിട്ടുള്ള വിമർശനം. അത് സത്യമാണ് എന്നിപ്പോൾ എം അക്ബർ കുത്തിയിരുന്നിട്ട് സമ്മതിക്കുകയാണ്. ഇവിടെ എന്താ പൊളിയുന്നത്? പിന്നീട് മുഹമ്മദ് ഉത്തമ മാതൃകയാണ് എന്നുള്ള ആയത്തൊക്കെ പിന്നെ അദ്ദേഹം എടുത്ത് ഇരുന്ന് ഓതുന്നുണ്ട്. ആർക്ക് ഉത്തമ മാതൃക? മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യർക്ക് മുഹമ്മദ് ഉത്തമ മാതൃകയായിരിക്കും. പക്ഷേ മുഹമ്മദ് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക്, ലോകത്തെ ഏതെങ്കിലും ഒരു സമൂഹത്തിന് മുഹമ്മദ് മാതൃകയാണോ? അല്ല എന്ന് സമ്മതിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇന്ന് ആരെങ്കിലും 6 വയസ്സായ കുട്ടിയെ 50 വയസ്സിൽ പോയിട്ട് കല്യാണം കഴിക്കുമോ? ഈ പറയുന്ന ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുത്തക്കയായ ആൾക്കാരുടെ വീട്ടിൽ 6 വയസ്സ് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയെ കല്യാണം ആലോചിച്ച് ചെന്നാൽ എത്ര മുത്തക്കയാണെങ്കിലും എത്ര വലിയ നിസ്കാര തഴമ്പുണ്ടെങ്കിലും ചൂലെടുത്ത് ഓടിക്കൂലേ ഈ കല്യാണം ആലോചിച്ച് ചെന്നവരെ? കുട്ടിയും കൊണ്ട് ചെന്നാൽ പോലും ഓടിക്കും. പിന്നല്ലേ കളവൻ ചെന്നാൽ? കാരണം എന്താണ്? നമുക്കിന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര അധാർമികമായൊരു പ്രവൃത്തിയായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. മനുഷ്യൻ്റെ ധാർമ്മികതയും മനുഷ്യൻ്റെ സംസ്കാരവും ഇതൊക്കെ കാലത്തിനനുസരിച്ച് ഇങ്ങനെ വികസിച്ച് വരികയാണ്. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിൽ നമുക്കിതൊക്കെ വായിക്കുമ്പോൾ അറപ്പ് തോന്നുന്നത്. നമുക്കിതൊക്കെ വായിക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറയേണ്ടി വരുന്നത്, ഇതിനെ നമ്മൾ വിമർശിക്കുന്നത്. ഇവിടെ മുഹമ്മദ് നടത്തിയ ആയിഷ കല്യാണം മാത്രമല്ല, ഇതുപോലെ കാലഹരണപ്പെട്ട ധാർമ്മികതയായി ഇസ്ലാമിൽ പല്ലിളിച്ച് നിൽക്കുന്നത്. മുഹമ്മദിൻ്റെ എല്ലാ ജീവിതചര്യകളും ഈ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്തത്ര അധാർമികമായ പ്രവൃത്തികളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അങ്ങനെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യനെ മാതൃകയാക്കിക്കൊണ്ട് ആധുനിക മനുഷ്യൻ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളും
6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യരെ പോലെ പ്രാകൃതരായി മാറും. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരാൽ നമ്മൾ പരിഹസിക്കപ്പെടും. നമ്മൾ അധമ സംസ്കാരത്തിൻ്റെ ആളുകളായി തരം താഴ്ത്തപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നുകിൽ ഈ സാധനങ്ങളൊക്കെ ആധുനിക കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം, അതല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കമ്പോസ്റ്റ് കുഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യൻ്റെ യുക്തിക്കനുസരിച്ച് ആധുനിക കാലത്തുണ്ടാക്കിയിട്ടുള്ള ധാർമ്മിക സങ്കല്പങ്ങളനുസരിച്ച് ജീവിക്കണം. ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എന്നല്ലേ ഇപ്പോൾ ആയിഷ കല്യാണത്തിന് ന്യായീകരണമായിട്ട് ഈ എം അക്ബറി പറഞ്ഞത്? 19-ാം നൂറ്റാണ്ട് വരെ ശൈശവ വിവാഹം എന്ന നിലക്ക് ഇതിനെ ആരും വിമർശിച്ചിട്ടുണ്ടാവില്ല. അക്ബർ പറയുന്നത് ശരിയാണ്. കാരണം 19-ാം നൂറ്റാണ്ട് വരെ ഇത് ഒരു സാർവത്രികമായിട്ടുള്ള സമ്പ്രദായമായിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലോകത്ത് പരിഷ്കൃത മനുഷ്യൻ 18 വയസ്സ് പ്രായപൂർത്തിയാകുന്നത് വരെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് അധാർമിക പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ പരസ്പരം സമ്മതമില്ലാതെ അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിക്കേണ്ടി വരുന്നതൊന്നും ആധുനിക മനുഷ്യൻ്റെ സമ്പ്രദായങ്ങളുമായി യോജിക്കുന്നതല്ല. വിവാഹം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത്, പ്രായപൂർത്തിയായ 2 വ്യക്തികൾ പരസ്പരം ഇഷ്ടപ്പെട്ട് പരസ്പരം പ്രണയിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള അവകാശം നൽകുക എന്നതൊക്കെ ആധുനിക സമൂഹം അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ഇവിടെ രക്ഷിതാക്കൾ അടിച്ചേൽപ്പിക്കുന്ന വിവാഹങ്ങളാണ് ഈ മതപുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അവിടെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാവണമെന്ന് യാതൊരു നിർബന്ധവും പറഞ്ഞിട്ടില്ല. ഏത് പ്രായത്തിൽ ഒരു പെണ്ണിനെ കെട്ടിക്കാം എന്നതിന് മുസ്ലിം സമൂഹം കിതാബ് നോക്കിയിട്ട് മാതൃകയായിട്ട് എടുക്കുന്നത് ഈ പ്രവാചകൻ്റെ ഈ 6 വയസ്സിലെ കുട്ടിയെ കെട്ടുന്ന ഈ സമ്പ്രദായമാണ്. ഇങ്ങനെ പ്രവാചകൻ എന്തു ചെയ്തോ അതിനനുസരിച്ചാണ് മതനിയമങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്, മദ്ഹബ് കിതാബുകൾ എഴുതി വെച്ചിട്ടുള്ളത്. ആ കിതാബുകൾ നോക്കിയിട്ട് 21-ാം നൂറ്റാണ്ടിൽ മതപണ്ഡിതന്മാർ ഓരോ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നു, ഫത്വ ഇറക്കുന്നു. അവിടെയാണ് ഈ മതം, കാലഹരണപ്പെട്ട ഈ മതം ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ പരിഹാസ്യമായി തീരുന്നത്. അതുതന്നെയാണ് വിമർശകരായ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കാലഹരണപ്പെട്ടതാണ്, ഇത് അന്നത്തെ കാലത്ത് ശരിയായിരിക്കാം, പക്ഷേ ഇന്ന് ശരിയല്ല, അതുകൊണ്ട് മാറ്റണം. ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാറ്റേണ്ടതാണ് എന്ന് തന്നെയല്ലേ ഇപ്പോൾ കുത്തിയിരുന്നിട്ട് എം അക്ബറും പറയുന്നത്. അന്നത്തെ സമ്പ്രദായമാണ്, അതുകൊണ്ട് അന്നാരും വിമർശിച്ചിട്ടില്ല. പക്ഷേ ഇന്നത് വിമർശിക്കും, പരിഹസിക്കും. എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്? ഉത്തമ മാതൃകയാണ്, ഉസ്വത്തുൻ ഹസനത്തുന്നാണ് എന്ന് പറഞ്ഞു വരുന്നത് കൊണ്ടാണ്. മുഹമ്മദ് എങ്ങനെ കല്യാണം കഴിച്ചു അങ്ങനെ കല്യാണം കഴിക്കലാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാതൃക എന്ന് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഈ മാതൃക ശരിയാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. ആ വർത്താനങ്ങൾ നിർത്തൂ. മുഹമ്മദിൻ്റെ മാതൃക എല്ലാ കാലത്തേക്കുമുള്ള മാതൃകയല്ല എന്നും അത് കാലഹരണപ്പെട്ടതാണ് എന്നും ആധുനിക മനുഷ്യൻ അതിനെ അല്ല മാതൃകയാക്കേണ്ടത് എന്നും നിങ്ങൾ സമ്മതിക്ക്. അങ്ങനെ സമ്മതിച്ചാൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മളും വിമർശനത്തിനെടുക്കൂല. പറഞ്ഞു വന്നത്, കാലം മുന്നോട്ട് പോകും തോറും മനുഷ്യൻ്റെ ധാർമ്മിക പുരോഗതി ഇങ്ങനെ വികസിച്ചു കൊണ്ടുവരികയാണ്. 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഏർപ്പാടുകളൊക്കെ കാലഹരണപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആധുനിക മനുഷ്യൻ ആധുനിക മൂല്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ കിതാബുകളെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യർ ജീവിക്കേണ്ടത്. ഇതൊക്കെ പടച്ചോൻ അവിടുന്ന് കെട്ടിയിറക്കിയ കാറ്റലോഗാണ്, ഇത് ലോകാവസാനം വരെ ലോകത്തെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന മണ്ടത്തരം നിങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. ഇനി ഇത് ആയിഷ കല്യാണത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ കാര്യം? മുഹമ്മദിൻ്റെ ഓരോ പ്രവൃത്തികളും എടുത്തു നോക്കൂ നിങ്ങൾ. മുഹമ്മദ് എത്ര കല്യാണം കഴിച്ചു? അതിന് അക്ബർ കുത്തിയിരുന്ന് പറയുന്ന മറുപടി, ഓരോ കല്യാണത്തിനും ഓരോ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഓരോ ഉദ്ദേശം ഉണ്ടാവാൻ, ഓരോ കല്യാണം കഴിക്കാനാണെങ്കിൽ അതിന് സ്വന്തം സഹാബികളെ കൊണ്ട് അങ്ങനെയൊക്കെ കല്യാണം കഴിപ്പിച്ച് മാതൃക കട്ടിയാൽ പോരെ? ഇതെല്ലാം ഞാൻ തന്നെ കെട്ടണം എന്ന വാശി എന്തിനായിരുന്നു? അപ്പോൾ ഓരോ കല്യാണം നടത്തിയത് ഓരോ മാതൃക കാണിക്കാനാണ് എന്ന് പറയുന്നതൊക്കെ ഇന്ന് മെനഞ്ഞുണ്ടാക്കിയ വ്യാഖ്യാന കസർത്ത് മാത്രമാണ്. അങ്ങനെയൊന്നുമല്ല സാക്ഷാൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ മുഹമ്മദിന് കെട്ടാവുന്ന പെണ്ണുങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയുന്നത് ഇതൊക്കെ നിനക്ക് ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അതല്ലാതെ പലതരത്തിലുള്ള മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഖുർആനിലില്ല. ഖുർആനിൽ പറയുന്നത് ഇതൊക്കെ എൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. പിന്നെ പറയുന്നത് ഈ പറഞ്ഞ ലിസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് ഇനി നിനക്ക് ഞാൻ അനുവാദം തരുന്നില്ല എന്ന് മരിക്കണീൻ്റെ ഒരു കൊല്ലം മുമ്പ് ആയത്തിറക്കുന്ന അള്ളാഹു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഈ കാലമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ ലിസ്റ്റിനപ്പുറത്ത് ഇനി നിനക്ക് പെണ്ണുങ്ങളെ
ഞാൻ അനുവദിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അവരുടെ സൗന്ദര്യം നിന്നെ ആകർഷിച്ചാലും ശരി എന്നാണ്. അപ്പോൾ പെണ്ണുകെട്ടലിൻ്റെ മോട്ടീവ് എന്തായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്? പെണ്ണുങ്ങളെ സൗന്ദര്യമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നു അടിമ സ്ത്രീകളൊഴികെ. അപ്പോൾ അടിമകളായി പിടിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങളെ കാലാകാലം നിനക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പറയുന്നത് നാട്ടിലുള്ള പെണ്ണുങ്ങളെ നിങ്ങളെല്ലാവരും വന്നിട്ട് നബിക്ക് ശരീരം ദാനം ചെയ്തോളൂ, അതൊക്കെ അള്ളാഹു ഹലാലാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹിൻ്റെ വക ആയത്തിറക്കിയിട്ട് ഒരു ഭരണാധികാരിയായ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളെയും തൻ്റെ കിടപ്പറയിലേക്ക് ആയത്തിറക്കി ക്ഷണിക്കുന്ന വൃത്തികേടാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ ന്യായീകരിക്കണമെങ്കിൽ ഇന്ന് കുറച്ചൊന്നുമല്ല കഷ്ടപ്പെടേണ്ടി വരുന്നത്. ആ കഷ്ടപ്പാടുകളാണ് നിങ്ങളുടെ വ്യാഖ്യാന കസർത്തുകളിൽ കാണുന്നത്. നിങ്ങൾ പറയുന്ന ഓരോ വ്യാഖ്യാനങ്ങളും ഖുർആൻ വിരുദ്ധമാണെന്നുള്ളതാണ് സത്യം. ആ വ്യാഖ്യാനങ്ങൾക്കെല്ലാം ഒരു മറുപടിയും ആവശ്യമില്ല, മറുപടി ഓൾറെഡി ഖുർആനിലുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചതൊക്കെ. അങ്ങനെ ഓരോ വിവാഹവും ഓരോ ഉദ്ദേശത്തിനാണെങ്കിൽ അവിടെ വേറൊരു മാതൃകയും കൂടെ അറിയാതെ വരുന്നുണ്ടല്ലോ. ഒരാൾക്ക് പല ഉദ്ദേശത്തോടു കൂടി ഒരുപാട് പെണ്ണ് കെട്ടാം എന്നും കൂടെ വരുന്നില്ലേ? അത് മാതൃകയാണോ? എന്നിട്ട് പറയുന്നത് ഈ മാതൃക പ്രവാചകന് മാത്രം ബാധകമാണ്, മറ്റു സത്യവിശ്വാസികൾക്ക് 4 ഭാര്യമാരും ഇഷ്ടം പോലെ വെപ്പാട്ടികളും മാത്രമേ ഹലാലുള്ളൂ എന്നും ആ ഖുർആനിൽ പറയുന്നുണ്ട്. അത് മാതൃകയാണോ? 4 ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കലും ഇഷ്ടം പോലെ വെപ്പാട്ടികളെന്നും പറഞ്ഞ അടിമ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഭോഗിക്കലും മാതൃകയാണോ ഇന്നത്തെ കാലത്ത്? അടിമ എന്ന വാക്ക് പോലും ഇന്ന് ഉച്ചരിക്കുന്നത് മനുഷ്യൻ്റെ സംസ്കാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. കാരണം അടിമത്തം എന്നത് മനുഷ്യനോട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹിക തിന്മയാണെന്നും ഏറ്റവും വലിയ അധാർമിക പ്രവൃത്തിയാണ് എന്നും ആധുനിക മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അള്ളാഹിൻ്റെ കിതാബിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ് അടിമത്തം ഹലാലാണ്, അടിമ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഭോഗിച്ചോളൂ, അടിമ പെണ്ണിന് ഭർത്താവ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ബലാത്സംഗം ചെയ്തോളൂ എന്ന് വരെ ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ സാധനമാണ് ലോകാവസാനം വരേക്കുള്ള ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി കെട്ടിയിറക്കിയ പടച്ചോൻ്റെ കിതാബ് എന്നൊക്കെ ഈ കാലത്ത് പറഞ്ഞു കിടക്കുന്നതിൽ പരം പരിഹാസ്യമായി മറ്റെന്തുണ്ട് എന്നാണ് ഞാൻ 50 കൊല്ലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെയുള്ള മറുപടിയാണ് അമ്മ പെങ്ങൾ ഭോഗം. ആ അമ്മ പെങ്ങൾ ഭോഗം പറഞ്ഞു വരുന്നത് കൊണ്ടാണ് കിതാബിൽ നിന്ന് പിന്നെയും നമ്മൾ ഈ കാലഹരണപ്പെട്ട വൃത്തികേടുകൾ എടുത്ത് കാണിക്കേണ്ടി വരുന്നത്. യുദ്ധം ചെയ്തിട്ട് തടവുകാരായി പിടിക്കുന്നവരെ അടിമകളാക്കാം എന്നാണ്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്ന തിന്മ, തടവുകാരെ അടിമകളാക്കുക എന്ന തിന്മ, അതിൽ സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരായി പിടിക്കുക എന്ന് പറയുന്ന തിന്മ, ഇതെല്ലാം ആധുനിക മനുഷ്യൻ അങ്ങേയറ്റത്തെ അധാർമിക പ്രവൃത്തികളായി കാണുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുവരിക, അത് വീതം വെച്ച് തിന്നുക, അതിനേക്കാളും വലിയ അധാർമിക പ്രവർത്തനം. അപ്പോൾ യുദ്ധം തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താണ് കൊള്ളയ്ക്ക് വേണ്ടി യുദ്ധം നടത്തുക, എന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ച് അടിമകളാക്കുക, എന്നിട്ട് അവരെ കച്ചവടം ചെയ്യുക, കൊള്ള മുതൽ പങ്കിട്ടെടുത്ത് അതുകൊണ്ട് ഭുജിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ഏറ്റവും ഹീനമായ അധാർമിക പ്രവൃത്തികൾ ഈ മതം ഹലാലാക്കിയിരിക്കുന്നത്. മുഹമ്മദ് 10 കൊല്ലം മദീനയിൽ ഉത്തമ മാതൃകയായി കാണിച്ച കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. യുദ്ധം ചെയ്യുക, കൊള്ളയടിക്കുക, പെണ്ണുങ്ങളെയും കുട്ടികളെ അടിമകളാക്കി പിടിക്കുക, അവരെ കൊണ്ടുവന്നിട്ട് ബലാത്സംഗം ചെയ്യുക, ഭർത്താക്കന്മാർ കൂടെ തടവുകാരായി ഉണ്ടെങ്കിൽ പോലും ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, ഇതൊക്കെയായിരുന്നു പരിപാടി. ഇതൊക്കെ ധാർമ്മികമായി ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വൃത്തികേടുകളാണ്. ഇതിലും വലിയ അധാർമികതകൾ മനുഷ്യർക്ക് പ്രവർത്തിക്കാനില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആധുനിക കാലത്ത് യുദ്ധം പോലും തെറ്റാണ്, തിന്മയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ആധുനിക കാലത്തുള്ളത്. യുദ്ധത്തിൽ തടവുകാരായി സിവിലിയൻസിനെ പിടിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ നിയമം ഉണ്ടാക്കിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ആധുനിക മനുഷ്യൻ ലോകത്ത് എല്ലായിടത്തും അംഗീകരിച്ചിട്ടുള്ള തത്വമാണ്. അവിടെയാണ് അവരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് വരെ അള്ളാൻ്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കാലഹരണപ്പെട്ടതാണ്. ഒരു ആയിഷ കല്യാണം മാത്രമല്ല, ഈ പറയുന്നതെല്ലാം കാലഹരണപ്പെട്ടതാണ്, അധാർമികമാണ്, ഈ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഇതൊന്നും ഇല്ല എന്ന് നിങ്ങളിന്ന് നുണ പറഞ്ഞ് നിഷേധിക്കാൻ പോലും ശ്രമിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഇതൊക്കെ മോശമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ വെപ്രാളം കൊണ്ട് ഇതിനെയൊക്കെ
വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഓരോ നുണകൾ പറഞ്ഞുകൊണ്ടും പ്രമാണങ്ങളെ തന്നെ നിഷേധിച്ചുകൊണ്ടും ഒക്കെ ഈ കളികളൊക്കെ കളിക്കുന്നത്. അപ്പം ഞങ്ങൾ പറയുന്നതാണ് വസ്തുത എന്ന് നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാലഹരണപ്പെട്ടതാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും മാതൃകാപരമല്ല. ഇത് ലോകാവസാനം വരേക്കുള്ള ഒരു ധാർമ്മികതയും ഇതിനകത്തില്ല. ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്ന് നിങ്ങൾ അറിയാതെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ എം അക്ബർ കുത്തിയിരുന്ന് പറയുന്നതിൽ മുഴുവൻ പരസ്പര വൈരുദ്ധ്യങ്ങളും കാണാം. ഒരു കാര്യം പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് ആ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് അതിന് തന്നെയുള്ള മറുപടി തന്നെ അദ്ദേഹം ഇരുന്ന് പറയുകയാണ്. 6 വയസ്സുള്ള ആയിഷയെ കെട്ടിയതിന് ഇസ്ലാമിൻ്റെ ഒരു ന്യായീകരണം ഉണ്ട്. അക്ബർ അതും പറഞ്ഞിട്ടുണ്ട്. ആയിഷയിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും കൂടുതൽ ഹദീസ് കിട്ടിയത് എന്നാണ് ന്യായീകരണം. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ചാൽ എന്തുകൊണ്ടാണ് ആയിഷയുടെ പേരിൽ മാത്രം ഹദീസുകൾ വന്നത് എന്ന് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഹദീസുകൾ വരേണ്ടിയിരുന്നതും വന്നിട്ടുള്ളതും അലിയുടെ കയ്യിൽ നിന്നാണ്. കാരണം അലിയാണ് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ സന്തത സഹചാരിയായി മുഹമ്മദിൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയ മുഹമ്മദിൻ്റെ എല്ലാ രാപ്പനിയും അറിയുന്ന ആൾ അലിയാണ്. ആ അലിയിൽ നിന്നാണ് മുഹമ്മദിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഖുർആാനിനെക്കുറിച്ചും ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ട് സുന്നി ഇസ്ലാമിൽ ഈ അലിയിലൂടെ വന്ന ഹദീസുകളെല്ലാം തമസ്കരിക്കപ്പെട്ടു എന്നും എന്തുകൊണ്ടാണ് ഈ ആയിഷയുടെ പേരിൽ ഇത്രയധികം ഹദീസുകൾ വന്നത് എന്നൊക്കെ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ മുസ്തഫ മൗലവിയൊക്കെ അതിൻ്റെ ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഹദീസുകളൊക്കെ എഴുതപ്പെടുന്നത് നബി മരിച്ച് 100-200 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആ 200 കൊല്ലത്തെ ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മുഹമ്മദിൻ്റെയും മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെയും അലിയുടെയും ഒക്കെ കയ്യിൽ നിന്ന് ഇസ്ലാം വഴുതി പോവുകയും സാക്ഷാൽ അബൂ സുഫിയാൻ്റെ സന്തതികൾ മുആവിയയുടെയും യസീദിൻ്റെയും തുടർന്ന് അവരുടെ പരമ്പരയിൽപ്പെട്ടവരുടെയും കയ്യിലാണ് ഈ 2 നൂറ്റാണ്ടും അതിനപ്പുറത്തേക്കും ഇസ്ലാം എന്ന് പറയുന്ന മതം അമ്മാനമാടപ്പെട്ടത്. അവിടെ അലിയെ തമസ്കരിക്കുക എന്നത് അവരുടെ രാഷ്ട്രീയമായ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ആയിഷയുടെ പേരിൽ ഉള്ളതും ഇല്ലാത്തതുമായ ഹദീസുകൾ മുഴുവൻ അബൂ ഹുറൈറയെ പോലെയുള്ള ആളുകൾ കെട്ടിയുണ്ടാക്കിയത്. ഈ ഹദീസുകൾ മുഴുവൻ മുആവിയയുടെ ആളുകൾ ഉണ്ടാക്കിയതാണ്. മുആവിയയ്ക്ക് വേണ്ടിയും യസീദിന് വേണ്ടിയും മുഹമ്മദിൻ്റെ സന്തതി പരമ്പരകൾക്കെതിരായിട്ടും നിർമ്മിച്ചെടുത്ത വ്യാജ രേഖകളാണ് ഈ ഹദീസുകൾ എന്നാണ് ഇന്ന് ഇസ്ലാമിൽ തന്നെ പ്രബലമായ പല വിഭാഗങ്ങൾ, ഷിയാക്കളത് പറയുന്നു. അതുകൂടാതെ സുന്നികളിൽ തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ ഈ ചരിത്ര യാഥാർത്ഥ്യം ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആയിഷയിൽ നിന്നാണ് ഹദീസ് കിട്ടിയത്, ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആയിഷനെ 6-ാം വയസ്സിൽ കെട്ടിയത് എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം 6 വയസ്സിൽ നബിയോടൊപ്പം കൂടിയ അല്ലെങ്കിൽ 9 വയസ്സിൽ നബിയോടൊപ്പം കൂടിയ ഈ ആയിഷ നബി മരിക്കുമ്പോൾ കൗമാരപ്രായം വിട്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ജീവിത ചരിത്രം വായിച്ചു നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി ഈ നബിയോടൊപ്പം കൊഞ്ചിയും കൊഴിഞ്ഞും കളിച്ചും തമാശ പറഞ്ഞും വികൃതി കാട്ടിയും കുസൃതി കാട്ടിയും നടന്നിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പിന്നീട് ചരിത്രത്തിൽ നബിയുടെ കാലശേഷം ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. അവർ ജീവിക്കുമ്പോഴാണ് ഈ അലിക്കെതിരായിട്ട് അവരുടെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധമാണ് ജമൽ യുദ്ധം. 15,000-ത്തിലധികം മുസ്ലിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി മരിച്ചു. അതിൽ നബി സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എഴുതി കൊടുത്ത സുബൈറും തൽഹത്തും ഉൾപ്പെടെയുള്ള ആളുകൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉമർ ഖലീഫയാകാൻ യോഗ്യരായ 6 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഒരാളെ ഖലീഫയായി തിരഞ്ഞെടുക്കാൻ നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മരിക്കാൻ നേരത്ത് വെട്ടുകൊണ്ടിട്ട് മരിക്കാൻ കിടക്കുമ്പോൾ ആ 6 പേരിൽ 2 പേരാണ് ഈ തൽഹത്തും സുബൈറും. അവരടക്കം കൊല്ലപ്പെടാൻ കാരണമായത് ഈ ആയിഷ അലിക്കെതിരായി നടത്തിയ യുദ്ധമാണ്. അതാണ് ആയിഷ. അങ്ങനെയുള്ള ആയിഷ പ്രവാചകൻ്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പണിയെടുക്കുകയും മുആവിയയുടെ കൂടെ അബൂ സുഫിയാൻ്റെ സന്തതികളുടെ കൂടെ കൂടിക്കൊണ്ട് ഇസ്ലാമിന് പാരവെക്കുകയും യഥാർത്ഥ ഇസ്ലാമിന് പാരവെക്കുകയും ചെയ്ത ആളാണ് ഈ ആയിഷ. ഈ ആയിഷയെക്കുറിച്ച് ഷിയാ വിഭാഗക്കാരെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചാൽ അതൊന്നും മൈക്ക് കൂടെ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. അത്രയും മോശമായ കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് അവർക്ക് ആയിഷയോടുള്ള വിദ്വേഷം കൊണ്ട് എഴുതി വെച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വസ്തുത അങ്ങനെയൊക്കെയാണ്. ആ ആയിഷയിൽ നിന്ന് വന്ന ഹദീസുകൾ ഇസ്ലാമിൻ്റെ ആധികാരിക രേഖയാണെന്ന് പറഞ്ഞുകൊണ്ട്
അങ്ങനെ കുറേ ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആയിഷയെ 6-ാം വയസ്സിൽ കെട്ടിയത് എന്നൊക്കെ ന്യായീകരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഹദീസുകൾ മുഴുവൻ പറയാൻ അവിടെ അലി ഉണ്ടായിരുന്നില്ലേ? ആ അലിയെ ഖലീഫയാക്കിയിരുന്നെങ്കിൽ, 2-ാം ഖലീഫയെങ്കിലും ആക്കിയിരുന്നെങ്കിൽ ഇസ്ലാം വേറൊന്നാകുമായിരുന്നു. ഇന്ന് നമ്മളെ മുമ്പിലുള്ള ഹദീസുകളൊന്നും അല്ല ഹദീസുകളായിട്ടുണ്ടാവുക. ഇന്ന് ഇവിടെയുള്ള ഖുർആൻ വ്യാഖ്യാനങ്ങളല്ല ഇവിടെ ഉണ്ടാവുക. ഇന്ന് ഇവിടെയുള്ള ഖുർആൻ പോലുമല്ല ഇവിടെ ഉണ്ടാവുക. കാരണം അലി അബൂബക്കറിൻ്റെ ഭരണകാലത്ത് സ്വന്തമായി ഖുർആൻ ക്രോഡീകരണം പൂർത്തിയാക്കിയിരുന്നു. ആ ഖുർആനൊക്കെ ഉസ്മാൻ്റെ ഭരണകാലത്ത് കത്തിച്ച് കളയുകയാണ് ചെയ്തത്. യഥാർത്ഥ ഖുർആൻ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, അതിൻ്റെ ക്രോണോളജി അനുസരിച്ച് ക്രോഡീകരിച്ച, അടിവരയിട്ട് ശ്രദ്ധിക്കണം, ഖുർആൻ വാക്യങ്ങൾ അവതരിച്ച ക്രമമനുസരിച്ച് ക്രോണോളജി അനുസരിച്ച് ക്രമീകരിച്ച ഖുർആൻ അലിയുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഖുർആൻ അടക്കം കത്തിച്ച് കളഞ്ഞിട്ടാണ് ഒരു ക്രോണോളജി, ഒരു ക്രമവും ഇല്ലാതെ വാരിക്കൂട്ടി തുന്നിയ ഇന്നത്തെ ഖുർആൻ ഉണ്ടാക്കിയത് ഉസ്മാൻ. അതാണ് ചരിത്രം. അപ്പോൾ ഈ അലിയെ തമസ്കരിച്ചുകൊണ്ട്, ആയിഷയെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ ഹദീസുകൾ മുഴുവൻ ഉണ്ടാക്കാൻ മുആവിയക്ക് അവസരം കൊടുത്തു എന്നതാണ് ആയിഷയുടെ ഹദീസുകൾ കൂടുതലായി ഉണ്ടാവാൻ കാരണം. അതല്ലാതെ ആയിഷ ഹദീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്കാലത്ത് നബിയുടെ കൂടെ വന്നു കൂടിയതൊന്നുമല്ല. ആയിഷയ്ക്ക് നബി മരിക്കുന്നത് വരെ ഒരു പ്രായപൂർത്തിയോ പക്വതയോ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിഷ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും വിശ്വാസയോഗ്യവുമല്ല, സാമാന്യ യുക്തി വെച്ചിട്ട് ചിന്തിച്ചാൽ. പക്ഷേ അതിന് ഏറ്റവും യോഗ്യനായ വ്യക്തി അലിയായിരുന്നു. ആ അലിയുടെ ഹദീസുകൾ സുന്നി ഇസ്ലാമിൽ മഷിയിട്ട് നോക്കിയാൽ കാണൂല. അലിയുടെ കുറേ ഹദീസുകളും അലിയുടെ കുറേ സ്വന്തം വാക്യങ്ങളും ഒക്കെ ഷിയാക്കൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ആയിഷ കല്യാണത്തിന് ന്യായീകരണമായിട്ട് ഈ ഹദീസും കെട്ടൊന്നും കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. അതൊക്കെ ചരിത്രവിരുദ്ധമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി അക്ബർ സാഹിബ് പറയുന്ന വേറൊരു കോമഡിയാണ്. ഒരുപാട് പെണ്ണ് കെട്ടി മുഹമ്മദ്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് 4 പെണ്ണ് കെട്ടാനും ഇഷ്ടംപോലെ വെപ്പാട്ടികളെ വെക്കാനും ഒക്കെ അനുവാദം കൊടുത്തു. അതിനെക്കുറിച്ചുള്ള ന്യായീകരണമാണ് ഇസ്ലാമിൽ 2 തരം മാതൃകയുണ്ട് ഈ കാര്യത്തിൽ എന്നും, നബിയുടെ മക്ക ജീവിതം എന്ന് പറയുന്നത് മോണോഗമിയെ മാതൃകയാക്കാനുള്ളതാണ് എന്നും, നബിയുടെ മദീന ജീവിതത്തിലാണ് പോളിഗമി വന്നിട്ടുള്ളത്, ബഹുഭാര്യത്വം വന്നിട്ടുള്ളത്. അതുകൊണ്ട് മദീന ജീവിതം ബഹുഭാര്യത്വക്കാർക്ക് മാതൃകയാക്കാനും മക്ക ജീവിതം ഏകഭാര്യക്കാർക്ക് മാതൃകയാക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ് അക്ബർ പറഞ്ഞ മറ്റൊരു കോമഡി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നബിയുടെ മക്ക ജീവിതം ആധുനിക മനുഷ്യർക്ക് പോലും അംഗീകരിക്കാവുന്ന വിധത്തിൽ മാതൃകാപരമായിരുന്നു. നബിയുടെ മദീന ജീവിതം ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത വൃത്തികേടുകളായിരുന്നു എന്ന്. അതൊന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ജാഹിലിയ സംസ്കാരമാണ് ഇന്നത്തെ കാലത്ത് ഇസ്ലാമിക സംസ്കാരത്തെക്കാൾ മാതൃകാപരം എന്ന്. മുഹമ്മദിൻ്റെ മക്ക ജീവിതം എന്ന് പറയുന്നത് 40 കൊല്ലത്തെ ജാഹിലിയ ജീവിതമാണ്. ആ ജാഹിലിയ ജീവിതത്തിലാണ് മുഹമ്മദ് ഖദീജയെ കല്യാണം കഴിക്കുന്നത്. പിന്നെയാണ് മുഹമ്മദ് ഇസ്ലാം ഉണ്ടാക്കിയിട്ട് വരുന്നത്. മുഹമ്മദിൻ്റെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് മദീനയിലെ ജീവിതമാണ്. അത് പോളിഗമിയും ഇതുപോലെയുള്ള ഏർപ്പാടുകളും നാടുനീള പെണ്ണുകെട്ടലും കെട്ടാത്ത പെണ്ണുങ്ങളെ അള്ളാൻ്റെ പേരിൽ കിടപ്പറയിലെത്തിക്കലും ഒക്കെ ആയിരുന്നു മുഹമ്മദിൻ്റെ ഏർപ്പാടുകൾ. പക്ഷേ മക്കയിൽ മുഹമ്മദ് ഏറെക്കുറെ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചു. കാരണം മക്കയിൽ മുഹമ്മദിന് ഇസ്ലാം കയറിയിട്ടുണ്ടായിരുന്നില്ല. ജാഹിലിയ അറബികളുടെ കൂടെയാണ് ജീവിച്ചത്. ആ ജാഹിലിയ അറബികൾ ഈ മുഹമ്മദ് മാതൃക കാണിച്ച ഇസ്ലാമിക ജീവിതത്തെക്കാൾ എത്രയോ മികച്ച ധാർമ്മിക ജീവിതം നയിച്ചിരുന്നവരാണ് എന്നും, അന്നത്തെ മുഹമ്മദിൻ്റെ ജീവിതം ആധുനിക കാലത്ത് മനുഷ്യർക്ക് പോലും സ്വീകരിക്കാവുന്ന വിധത്തിൽ മാതൃകാപരമായിരുന്നു എന്നുമാണ് എം അക്ബർ പറയാതെ ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അത് അംഗീകരിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് അന്നത്തെ ഒരു നല്ല സമൂഹത്തിൻ്റെ മേൽ ഇടുത്തിയായി വന്ന് വീണ ഒരു പൈശാചിക മതമായിരുന്നു എന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മുഹമ്മദിൻ്റെ മദീന ജീവിതം ഇന്നത്തെ കാലത്ത് മനുഷ്യരിൽ അറപ്പുളവാക്കുന്ന ജീവിതമാണെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം ഇന്നത്തെ കാലത്ത് മനുഷ്യർ വലിച്ചെറിയേണ്ട ഒരാശയമാണ് എന്ന് ഇവിടെ അക്ബർ തന്നെ പറയാതെ പറയുകയാണ്. അടുത്ത പോയിന്റ് ഡൈവോഴ്സിനെ കുറിച്ച്. പ്രവാചകൻ ഡൈവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് ഈ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞ 1 ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ ഒരു ഡൈവോഴ്സ് ചെയ്തതിൻ്റെ ഉദാഹരണമായിട്ട് ഡൈവോഴ്സ് ഒന്നും അല്ലാത്ത ഒരു കാര്യം, അതായത് ജൗനിൻ്റെ പുത്രിയെ തോട്ടത്തിൽ കൊണ്ടുപോയിട്ട്
പിടിക്കാൻ നോക്കി എന്ന് പറയുന്ന ആ ഹദീസ് എടുത്തിട്ട് അതൊരു ഡൈവോഴ്സ് ആണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നബി അങ്ങനെ ഒരു ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് ഇദ്ദേഹം വിശദീകരിക്കുകയാണ്. അവിടെ ഡൈവോഴ്സ് ഒന്നും അല്ല നടന്നത്, അവിടെ കല്യാണമൊന്നും നടന്നിട്ടില്ല. ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്നു, ആ പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ പെണ്ണ് അള്ളാനെ വിളിച്ച് നെലിമിളി കൂടുന്നു, അപ്പോൾ ആ പെണ്ണിനെ പറഞ്ഞയക്കുന്നു. ഇതാണ് ആ ഹദീസിൽ പറയുന്ന സംഭവം. അവിടെ കല്യാണം നടന്നതായിട്ടൊന്നും യാതൊരു വർത്താനവും എവിടെയില്ല. അതിനെയാണ് ഡൈവോഴ്സായിട്ട് നബി നടത്തിയ ഡൈവോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാതൃകാപരമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ഈ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ തന്നെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ വെള്ളപ്പാണ്ട് കണ്ടിട്ട് ഒരു പെണ്ണിനെ ഡൈവോഴ്സ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. അതോടുകൂടി ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ അക്ബറിൻ്റെ വാദം അവിടെ തന്നെ പൊളിഞ്ഞു. പിന്നെ അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ടാണ് പിന്നെ അക്ബർ സംസാരിക്കുന്നത്. അത് ഹദീസൊന്നുമല്ല, അത് ഏതൊക്കെയോ സീറകളിൽ വന്നിട്ടുള്ളതാണ്, അതിന് ആധികാരികതയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ മെഴുകുകയാണ്. എന്നാൽ ആധികാരികത ഇല്ല എന്ന് പറയുന്ന ആ സംഭവം, അതായത് മുഹമ്മദ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, എന്നിട്ട് രാത്രിയിൽ പെണ്ണിൻ്റെ ഉടുപ്പ് അയച്ചപ്പോൾ പെണ്ണിൻ്റെ ശരീരത്തിൽ ഒരു വെള്ളപ്പാണ്ടിൻ്റെ അടയാളം കണ്ടു. അത് വെള്ളപ്പാണ്ട് എന്നാണ് ഒരു വേർഷനിൽ പറയുന്നതെങ്കിൽ വേറൊരു വേർഷനിൽ ഇത് കുഷ്ഠരോഗത്തിൻ്റെ അടയാളം എന്നാണ്. എന്തായാലും കുഷ്ഠരോഗമായാലും വെള്ളപ്പാണ്ടായാലും ശരി, ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ എവിടെയോ ഇങ്ങനെ ഒരു അടയാളം കണ്ടു എന്നതിൻ്റെ പേരിൽ അപ്പം തന്നെ ആ പെണ്ണിനോട് ഉടുപ്പൊക്കെ ഇട്ടിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഡൈവോഴ്സ് ചെയ്ത് പറഞ്ഞയച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് ഇല്ല എന്ന് അക്ബർ പറഞ്ഞത് തെറ്റാണ്. ഹദീസ് ഞാൻ കാണിച്ചു തരാം. അതിൽ വെള്ളപ്പാണ്ടാണ് എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഒരു സ്ത്രീക്ക് ശരീരത്തിൻ്റെ ഉള്ളിൽ എവിടെയോ, വസ്ത്രത്തിൻ്റെ ഉള്ളിൽ എവിടെയോ വെള്ളപ്പാണ്ടിൻ്റെ ചെറിയൊരു അടയാളം ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ ഡൈവോഴ്സ് ചെയ്ത് പറഞ്ഞയക്കുക എന്നതാണ് നബി കാണിച്ച മാതൃക. എന്നാൽ നബി അനേകം പെണ്ണ് കെട്ടിയതിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇവരെന്താ പറയല്, നബി പെണ്ണ് കെട്ടിയത് ലൈംഗികമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. നബി പെണ്ണ് കെട്ടിയത് ഓരോരുത്തരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നബി പെണ്ണ് കെട്ടുന്നതെങ്കിൽ, ഒരു പെണ്ണിന് വെള്ളപ്പാണ്ടിൻ്റെ ഒരു അടയാളം ഉണ്ട് എങ്കിൽ സംരക്ഷണത്തിന് ആ വെള്ളപ്പാണ്ട് എന്ത് തടസ്സം ഉണ്ടാക്കുന്നത്? വെള്ളപ്പാണ്ട് സംരക്ഷണത്തിന് എന്ത് തടസ്സമാണ് ഉണ്ടാക്കുന്നത്? ആ പെണ്ണിനെ ഭാര്യ എന്ന നിലയ്ക്ക് അവിടെ പാർപ്പിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുകയും അതിൻ്റെ അസുഖത്തിന് ചികിത്സിക്കുകയും അല്ലേ മാതൃകാ പുരുഷനാണെങ്കിൽ ഇദ്ദേഹം ചെയ്യേണ്ടത്? കാര്യം തീർത്ത് പറഞ്ഞയക്കുകയാണോ വേണ്ടത്? അതെന്ത് മാതൃകയാണ്? ഇനി കുഷ്ഠരോഗമാണെങ്കിൽ, വെള്ളപ്പാണ്ടാണെങ്കിൽ പകരുക പോലുമില്ല, ആ വിവരമൊന്നും അള്ളാഹ്ക്കുമില്ല മൂപ്പർക്കുമില്ല. കുഷ്ഠമാണെങ്കിൽ പകരാൻ സാധ്യതയുണ്ട്. ഇനി പകരുന്ന കുഷ്ഠരോഗമാണ് ഇവൾക്കുള്ളതെങ്കിൽ ഈ കുഷ്ഠരോഗത്തിന് ചികിത്സിക്കുകയല്ലേ വേണ്ടത്? അവരുമായിട്ട് സ്പർശിക്കാൻ പോകണ്ടെന്ന് വെച്ചാൽ പോരെ, അവരെ മാറ്റി നിർത്തിയിട്ട് ഏതായാലും കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ സ്ത്രീയെ സംരക്ഷിക്കുകയും അവളെ ചികിത്സിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിർത്തുകയല്ലേ വേണ്ടത്? ഈ പെണ്ണിനെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. അപ്പോൾ ആ പെണ്ണിന് സ്വന്തം വീട്ടിൽ പോയാലും ഈ കുഷ്ഠരോഗമുണ്ട്, ആ കുഷ്ഠരോഗമായിട്ട് അവർ ജീവിക്കണം, അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുമായിട്ട് അവർ ജീവിക്കണം. അപ്പോൾ അവരെ സംരക്ഷിക്കണം എന്ന ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങേര് പെണ്ണ് കെട്ടുന്നതെങ്കിൽ അവരെ ഒന്നും തിരിച്ച് ഡൈവോഴ്സ് ചെയ്ത് തിരിച്ചയക്കല്ല വേണ്ടത്. അവരെയൊക്കെ പ്രത്യേകം മാറ്റി പാർപ്പിച്ചിട്ടാണെങ്കിലും ചികിത്സിക്കുകയും സംരക്ഷിക്കുകയുമായിരുന്നു മാതൃകാപുരുഷനാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനത്തെ ഒരു മാതൃകയില്ല. അപ്പോൾ കല്യാണം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം സംരക്ഷിക്കലായിരുന്നില്ല. കാരണം വെള്ളപ്പാണ്ടും കുഷ്ഠമൊന്നും സംരക്ഷണത്തിന് ഒരു തടസ്സമല്ലല്ലോ. സംരക്ഷണത്തിന് കൂടുതൽ അർഹത തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അവരെ കൂടുതൽ അർഹതയോടുകൂടി അവരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് വരുന്നത്. കാരണം അത്രയും മോശമായ അവസ്ഥയിലാണ്, രോഗാവസ്ഥയിലാണ് ആ സ്ത്രീകളുള്ളത്. ചികിത്സയും സംരക്ഷണവും വേണ്ട അവസ്ഥയിലാണുള്ളത്. അതിന് പകരം അവരെ ഡൈവോഴ്സ് ചെയ്ത് തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡൈവോഴ്സേ നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡൈവോഴ്സ് അല്ലാത്തൊരു കാര്യം വിശദീകരിച്ച് അക്ബറിന് പിന്നെ ഇത് ചോദിച്ചപ്പോൾ അതിൻ്റെ ഹദീസ് ആധികാരികമല്ല, അത് സീറയിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഉരുളേണ്ടി വരുന്നു എന്നതാണ് ഈ ഇൻ്റർവ്യൂവിൽ കണ്ട മറ്റൊരു കോമഡി. ഹദീസ് ഞാൻ AI ഉസ്താദിനോട് ഈ ഹദീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉസ്താദ് എൻ്റെ മുമ്പിൽ എത്തിച്ചു തന്ന ഹദീസുകളാണ്. ഇന്നത്തെ ഏറ്റവും ആധികാരികതയുള്ള ഉസ്താദാണല്ലോ AI, ജെമിനി. ആ ജെമിനി കാണിച്ചു തന്ന ഹദീസുകളാണിത്. ഇമാം ബൈഹക്കിയുടെ ആ സുനനുൽ കുബ്ര എന്ന ഹദീസ് കിതാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഉബൈദ പ്രസ്താവിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ബനു ഗിഫാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരുമായി ഒന്നിച്ചിരിക്കാൻ തുനിഞ്ഞപ്പോൾ അവരുടെ പാർശ്വഭാഗത്ത് വെള്ളപ്പാണ്ട് തിരുമേനി കണ്ടു. അപ്പോൾ നബി പറഞ്ഞു, നീ വസ്ത്രം ധരിക്കുക, നിന്റെ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങിക്കൊള്ളുക. അവൾക്ക് പൂർണ്ണമായ മഹർ നൽകാനും നബി കൽപ്പിച്ചു. പൈസയും കൊടുത്തിട്ട് പെണ്ണിനെ കാര്യം തീർത്താണ് പറഞ്ഞയച്ചു എന്ന്.
പെണ്ണിൻ്റെ വസ്ത്രം അയച്ചപ്പോൾ വെള്ളപ്പാണ്ട് കണ്ടു, അപ്പോൾ കാര്യം തീർത്ത് പറഞ്ഞയച്ചു എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് ഇമാം ബൈഹക്കിയാണ്, മോശക്കാരനൊന്നുമല്ല. ഇനി അടുത്ത് നോക്കൂ, ഇബ്നു അബി ഷൈബയുടെ മുസന്നഫ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ്, സയ്യിദ് ബിനുൽ മുസയ്യബ് എന്നിവരിൽ നിന്നുള്ള നിവേദനങ്ങളായി ഈ സംഭവം മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബി ഷൈബയുടെ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസുകളുടെ പരമ്പരയിൽ സനദ് ചില നിവേദകർ ദുർബലരായതുകൊണ്ട് ചില ഹദീസ് പണ്ഡിതന്മാർ ഇതിനെ വൈഫ് ആയി കണക്കാക്കുന്നുണ്ട്. എങ്കിലും വ്യത്യസ്ത വഴികളിലൂടെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇബ്നു സഅദിൻ്റെ തബക്കാത്ത്, ഇബ്നു കസീറിൻ്റെ അൽ ബിദായ വൻ നിഹായ ഇത് സ്ഥിരീകരിക്കപ്പെട്ടതിനാലും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഒരു പ്രധാന നിയമമായി എല്ലാ മദ്ഹബുകളിലെയും പണ്ഡിതന്മാർ ഈ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മദ്ഹബും ഈ ഹദീസ് എടുത്തിട്ട് അതിനനുസരിച്ച് ശരീഅത്ത് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളപ്പാണ്ടുള്ള പെണ്ണിനെ കിട്ടിയാൽ കാര്യം തീർത്തോളൂ എന്നും പറഞ്ഞിട്ടുള്ള ശരീഅത്ത് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ മദ്ഹബിലും. കാരണം ആധികാരികമായ സീറകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, കൂടാതെ ഹദീസിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തെ മനുഷ്യരോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇവർ ഹദീസ് ഇല്ലാത്ത സീറയും ഇനി സീറയിലും എവിടെയില്ലെങ്കിൽ ഏതെങ്കിലും പാളക്കിതാബിലുള്ളതും ഒക്കെ ഇവർ ആധികാരികമായിട്ട് എടുക്കും. ഇന്നത്തെ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റുന്ന വല്ല കാര്യവും ആണെങ്കിൽ. അതല്ലെങ്കിലോ അവർ പ്രബലമായ ഹദീസാണെങ്കിൽ പോലും അത് ഹദീസല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളി രക്ഷപ്പെടാനും ശ്രമിക്കും. ഇതാണ് ഇന്നത്തെ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ കല്യാണം കഴിച്ച ഒരു പെണ്ണിന് എന്തെങ്കിലും പകർച്ചവ്യാധി രോഗം വന്നാൽ അവളെ കാര്യം തീർത്ത് വിടുക എന്നതാണ് ഇസ്ലാമിൻ്റെ ധാർമ്മിക സംഹിതയിൽ എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ ഈ ഇസ്ലാമൊക്കെ എടുത്ത് വലിച്ചെറിയേണ്ട കാലം എന്നോ കഴിഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇതുപോലെയുള്ള വഷളത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് ഇന്നും ഈ ചങ്ങാതിമാർ കുത്തിയിരുന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എക്സ് മുസ്ലിങ്ങളാണോ ഇന്ന് ഇസ്ലാമിനെ തകർക്കുന്നത്? ഇസ്ലാമിനെതിരെ എക്സ് മുസ്ലിങ്ങൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളെക്കാൾ വിശ്വാസികൾക്കിടയിൽ ഈ മതത്തെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്നത്, ഈ മതത്തിൽ നിന്ന് വിശ്വാസികളെ അകറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ഈ മതം ഉപേക്ഷിക്കാൻ വിശ്വാസികൾക്ക് പ്രേരണ നൽകുന്നത് ഈ അക്ബറിനെ പോലെയുള്ള മതപ്രചാരകരാണ്, ഈ മതക്കച്ചവടക്കാരാണ്. അതാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ വീണ്ടും പറയാൻ തോന്നിയ ഒരു കാര്യം. ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഇനി ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ വേറെ വിഷയങ്ങളായതുകൊണ്ട് തൽക്കാലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല.